എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെ സുഖമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മഴയൊക്കെ പെയ്തില്ലേ, എല്ലാവർക്കും സന്തോഷമായി. ഇന്നത്തെ എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുതിയ സ്കൂളിൽ ചേർന്നു. ജയമ സ്കൂളിലേക്ക് ഞാൻ ചേർന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാട്ടേരി സ്കൂളിലായിരുന്നു. അപ്പം ഇപ്പം ഞാൻ അവിടെ 4 വരെ ഉള്ളൂ. അപ്പം തിരൂര് ജയമക്കാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. അവിടെ 5 മുതൽ ഇനി ജാമിയിലാണ് ഞാൻ. എൻ്റെ പഴയ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വിട്ട് പിരിഞ്ഞു. എനിക്ക് പഴയ ഫ്രണ്ട്സൊന്നും ജയമ സ്കൂളിലില്ല. അപ്പം ഇനി പുതിയ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണേ. ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ മാങ്ങ ഇറക്കാൻ പോവുകയാണ്. മാങ്ങ രാജാഗഡ് മാങ്ങയാണ്. ഈ തേങ്ങയുടെ അത്രയും വലിപ്പം വരുന്നൊരു മാങ്ങയാണ്. അത് ഞങ്ങളൊക്കെ എപ്പോഴും കളിയാക്കലാണ്. മാങ്ങ കിട്ടില്ല, നിറച്ച് പുഴുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ദിവസം കൊടുന്നായിരുന്നു. അതിൽ പുഴുവൊന്നും അതിനുള്ള തന്ത്രം എന്തായിരുന്നു, അതിനുള്ള സൂത്രങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മാങ്ങ ഇറക്കാൻ പോവാം. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സ് ശരിയാവില്ല. ഈ ഡ്രസ്സ് കാണാൻ കഴിഞ്ഞാൽ പിന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് പോവാം. അപ്പോൾ പ്രിയോട്ടേരെ, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. നമുക്ക് തോട്ടി വെച്ചിട്ട് നേരെ പോവാം. ഇതിന് 24 അടി ഹൈറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ശീല. ഇതിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് മാങ്ങ ഞങ്ങൾ കയ്യിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് പോവാം. എന്തായാലും ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മാങ്ങ ഇറക്കാനുള്ളത് നോക്കുകയാണ്. ഇതാണ് ആ മൂച്ചി. ഞങ്ങൾ തൊട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ മാങ്ങ ഇറക്കാം. ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ കളറാണ്, അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. മാങ്ങ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു തേങ്ങയുടെ വലിപ്പുണ്ടെന്ന്. ഇത് രാജഗഡ് മാങ്ങയാണ്. നല്ല ഷേപ്പുള്ളൊരു മാങ്ങ. ആപ്പിളുമായി തന്നെയാണ്, പക്ഷെ ഇത് ആപ്പിൾ മാങ്ങല്ല. അപ്പോൾ ഇത് ഇവിടുത്തെ മൂത്തമ്മ താത്തിയൊക്കെ പറയലുണ്ട് ഇതിൽ നിറച്ച് പുഴുവാണ്, കഴിക്കാനൊന്നും പറ്റാറില്ലാന്ന്. അപ്പം നമ്മൾ ഇതിനുള്ളൊരു സൂത്രം കൂടിയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം ഇതിന് കുറച്ചും കൂടെ മാങ്ങണ്ട്. അതും കൂടെ വെച്ചിട്ട് മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതും കൂടെ പറിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ആ സൂത്രം എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഈ 2 മാങ്ങയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വലിപ്പമുള്ളൊരു മാങ്ങയാണ്. നിങ്ങൾക്ക് ഏത് വെറൈറ്റി മാങ്ങയിലും ഈ ഒരു പരീക്ഷണം ചെയ്യാവുന്നതാണ്. അതിൽ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം ഉണ്ട്. പാത്രത്തിൽ എത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ കയ്യിലുള്ള മാങ്ങേൻ്റെ അനുസരിച്ച് വേണം നമ്മൾ വെള്ളം എടുക്കാൻ. നമ്മളെ കയ്യിൽ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ചെത്തീൻ്റെ ഇതിൽ നമുക്കിത് കരി മാത്രം ഇതാക്കിയാൽ മതി. അപ്പോൾ ഇത് തിളക്കേണ്ട സമയം നമ്മൾ കല്ലുപ്പാണ് ഇടേണ്ടത്. നമ്മൾ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് ഇടാം. അതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പൂണാക്കാം.
പകുതി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നോക്കി വെക്കാം. ഇനി ഇത് നമ്മളുടെ മാങ്ങ നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. 2 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കണം. ഇത് ഞാൻ നല്ല ഉണങ്ങിയ ശീലമുണ്ട് ക്ലോത്ത് കൊണ്ട് നല്ല തുടച്ച് തുള്ളി ഉള്ളതിൽ ഇതാക്കണം. ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് ഓർക്കുക. തല ഉണങ്ങിയ വൃത്തിയായൊരു ശീല വെച്ചിട്ടാണ് നമ്മളിത് തുറക്കാൻ. നമുക്കിത് നല്ല ഉണക്കിയെടുക്കണം. ഇതേമാതിരി തുള്ളി വെള്ളം പാടില്ല. എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ നെറ്റി അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് തുണിയോ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മൂടിയിട്ട് നമുക്ക് പഴുക്കപ്പെടുത്ത് തിന്നാവുന്നതാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു തരി പുഴുവലിയാണ്. നമുക്ക് പുഴുകളെല്ലാവരും ഓടിക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ ശല്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാനാണ് ഓർമ്മിക്കണം. മീഡിയം ചൂടുവെള്ളത്തിൽ നമ്മൾ കല്ലുപ്പിട്ടിട്ട് നല്ല എടുത്തിട്ട് പൂച്ചിട്ട് നല്ല ഉണക്ക ശീലമുണ്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് വെക്കാനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പുഴുശല്യം ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. നല്ലതായാലും ചീത്തതായാലും നിങ്ങളത് അറിയിക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ടെക്നിക്ക് ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് പുഴുള്ള വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ഒരു മാങ്ങയും ഈ പുഴുവിൻ്റെ പേര് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചെയ്താൽ മതി. അപ്പം ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ പ്ലീസ്.